ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ രാവിലെ എണീച്ച് എല്ലാ ദിവസവും ചൂടുവെള്ളം കസ്കസൊക്കെ കുടിക്കാറുണ്ട്. അപ്പം ഞാൻ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. ഇത് എപ്പോഴുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് മക്കളൊക്കെ മദ്രസയിൽ പോയിട്ടുണ്ട്. മക്കൾ മദ്രസയിൽ പോയതിന് ശേഷം പിന്നെ എനിക്കൊന്ന് വീട്ടിൽ പോകണം. കഴിഞ്ഞ ആഴ്ച പോയതാണ്. പിന്നെ ഉമ്മാൻ്റെ ഓർമ്മ ആയപ്പോഴേക്കും ഞാനിതാണ് ഇപ്പോൾ എല്ലാ ആഴ്ചയും എനിക്കിതാണ് കേട്ടോ പരിപാടി. ഒന്നോ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച എന്തായാലും പോകും. അപ്പോൾ ഇവർ രണ്ട് പേര് എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ. മക്കളുടെ മക്കളാണെങ്കിൽ അങ്ങനെ ഇറങ്ങൂല. ഇവർക്കാണെങ്കിൽ ഭയങ്കര താല്പര്യമാണ് കുമ്പളേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇത് ശനിയാഴ്ച ആയാൽ അവധിയെടുക്കലുള്ള സന്ധ്യയാണ് കേട്ടോ. പിന്നെ ഞാൻ കുമ്പളയിൽ ഇറങ്ങിയിട്ട് ഹോട്ടലിലേക്ക് പോയിട്ട് ഉമ്മാക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പഴംപൊരിയാണ് ഞാൻ വാങ്ങിയത്. അതും കൊണ്ട് നേരെ വീട്ടിലേക്കാണ് പോയത്. പോകുന്ന സമയത്ത് ട്രെയിനൊക്കെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും ഞാൻ പറയാതെയാണ് വന്നത്. അപ്പോൾ മക്കളൊക്കെ സർപ്രൈസ് ആയിട്ടുണ്ട്. മക്കൾക്ക് മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഉമ്മ നല്ല ഉറക്കിലാണ്. പിന്നെ ഉമ്മാന്ന് വിളിച്ചപ്പോൾ ഉമ്മ പെട്ടെന്ന് എണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുറ്റത്തേക്കൊക്കെ വന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. അപ്പോൾ ഒരു പൂച്ചക്കുട്ടിയുണ്ട്. അതിനെ തൊട്ടിലിലിട്ട് വല്ലാത്തൊരു ആട്ടിലാണ് കേട്ടോ. അയലത്തെ വീട്ടിലെ മക്കളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വന്ന് ഉമ്മാക്ക് ചോറും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ എൻ്റെ മോൾക്കും ചോറും കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവൾക്കാണെങ്കിൽ വായിലിടാതെ ഇവൾ വയ്ക്കില്ല. പിന്നെ കിയാൻ സമയത്ത് നല്ല മഴയായിരുന്നു. ഞാൻ എങ്ങനെ വരുമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. പിന്നെ ഞാൻ ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. വരുന്ന സമയത്ത് ബസ്സൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് വരുന്ന ബസ്സിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് എൻ്റെ നാട്ടിലേക്കാണ്. അങ്ങനെ 7:30 മണിയാവുന്ന സമയത്ത് എൻ്റെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഭർത്താവിൻ്റെ ഓട്ടോയിൽ പോയിട്ട് എൻ്റെ വീട്ടിലേക്ക് എത്തി.